الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى സത്യ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അർഹിക്കുന്ന പ്രതിഫലം അനുഭവിക്കുന്ന ജനങ്ങൾക്കെല്ലാം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആദർശ സഹോദരൻ ഇന്ന് അല്പം മുമ്പ് പരപ്പനങ്ങാടിയിൽ മരണപ്പെട്ടു. വൈകുന്നേരം 4:45 ജനാസ നമസ്കാരം. ആദർശ പ്രബോധന രംഗത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ്. പടച്ച റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളും ഏത് സമയത്ത് ഈ ലോകത്തിൽ നിന്ന് യാത്ര പോവുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ പടച്ച റബ്ബ് നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മആരിജിലെ 15 മുതൽ 18 വരെയുള്ള 4 ആയത്തുകളാണ് ഓതിവെച്ചത്. എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്ന റബ്ബിന്റെ നിഅമത്തിന്റെ കേന്ദ്രമായ സ്വർഗത്തെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കി. അല്പമെങ്കിലും റബ്ബിനെ പേടിയുള്ള എല്ലാവരും ഭയപ്പെടുന്ന ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ പലതും വേണ്ടെന്ന് വെക്കാൻ നമുക്കെല്ലാം പ്രചോദനമായതാണ്
അവന്റെ അദാബിന്റെ കേന്ദ്രമായ നരകം, അദാബു ജഹന്നം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ധാരാളം മഹത്തുക്കളായ ആളുകൾ ജീവിതത്തിന്റെ റൂട്ട് തന്നെ മാറിയത് നരകത്തെ ഓർത്തിട്ടാണ്. രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സാഹചര്യമുണ്ടായിട്ടും ഉറക്കം വരാതെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നത് നരകത്തെ ഭയപ്പെട്ടുകൊണ്ടാണ്. ധാരാളം ആളുകൾ കണ്ണീർ പൊഴിച്ചത് ആ നരകത്തെ പേടിച്ചിട്ടാണ്. അത്രയേറെയാണ് നരകവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളുമൊക്കെ നമ്മെ താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 10ഓളം പേരുകൾ വിശുദ്ധ ഖുർആനിൽ ഹദീസിലുമായി നരകത്തെക്കുറിച്ച് പരാമർശിച്ചത് കാണാൻ കഴിയും. ജഹന്നം, ജഹീം, സഈർ, നാർ, ഹാവിയ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പേരുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഓരോ പേരും നരകത്തിന്റെ ഓരോ വിശേഷണവുമായി ബന്ധപ്പെട്ടാണ്. ശിക്ഷയുടെ രീതികൾ, ശൈലികൾ, അതിൽ വ്യത്യസ്തമായ തലങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഓരോ പേരും അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകം പ്രവാചകൻ കാണിക്കപ്പെട്ടുവെന്ന് ഹദീസിൽ കാണാം. നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഈ സ്ഥലത്ത് വെച്ച് ഞാൻ നരകത്തെ കണ്ടു, എനിക്ക് റബ്ബ് കാണിച്ചു തന്നു. ഹത്താ ദനാ ബിമകാനി ഹാദാ, ആ നരകം ഇങ്ങനെ അടുത്തു വന്നു എന്റെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥാനത്തേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നി. ഫഖശീതു അൻ തഗ്ശാകും, ഞാൻ പേടിച്ചുപോയി, ആ നരകം നമ്മെ ഒന്നിച്ച് അങ്ങ് മൂടിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഫഖുൽതു റബ്ബി വഅന ഫീഹിം, ഞാൻ പറഞ്ഞുപോയി, റബ്ബേ ഞാനും അവർക്ക് ഉണ്ടായിരിക്കെ ഒന്നാകെ ഈ അദാബ് ഞങ്ങളെ ഒന്നിച്ച് ബാധിക്കുകയാണോ എന്ന് പറയുമാറ് ഞാൻ പോലും ഭയപ്പെട്ടു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന്റെ ആഴവും പരപ്പും അതിന്റെ വിശാലതയും അതിന്റെ ശിക്ഷയുടെ കാഠിന്യവും അതിന് വൈവിധ്യമായ ശിക്ഷകളുമെല്ലാം വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, അശ്ശംസു വൽ ഖമറു സൗറാനി മുകവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ, സൂര്യനും ചന്ദ്രനും പോലും അന്ന് ചുറ്റിപ്പൊതിയപ്പെട്ട ഗോളങ്ങളായി നരകത്തിലായിരിക്കും അന്ത്യനാളിൽ എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. കാരണം സൂര്യനെ ആരാധിച്ച മനുഷ്യന്മാർ ലോകത്തെമ്പാടുമുണ്ട്, ചന്ദ്രനെ ആരാധിച്ച മനുഷ്യന്മാരുണ്ട്. ആ ആരാധിച്ചവർക്ക് പാഠം പഠിപ്പിക്കുവാനായി നിങ്ങൾ ആരാധിച്ച ആരാധ്യന്മാർ, നിങ്ങൾ ദൈവങ്ങളായി കണ്ടവ ഒക്കെയാണല്ലോ എന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല, പടച്ച റബ്ബിന്റെ സൃഷ്ടികൾ മാത്രമാണ് എന്നവർക്ക് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചത് എന്നാണ്. ഭൂമിയുടെ 13 ലക്ഷം ഇരട്ടിയാണ് സൂര്യന്റെ വലിപ്പമെന്നാണ് പറയുന്നത്. അഥവാ 13 ലക്ഷം ഭൂമി സൂര്യനിൽ കൊള്ളുമത്രേ. ആ സൂര്യനാണ് നരകത്തിൽ അന്ന് കരിക്കപ്പെടുന്നത്, നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്കിൽ നരകത്തിന്റെ വ്യാപ്തി എത്രയാണ്, വിശാലത എത്രയാണ് എന്നറിയാൻ ആ ഹദീസ് തന്നെ ധാരാളമാണ്. സമാനമായ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഹദീസിൽ പറഞ്ഞു, വൽ അർദു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി എന്ന ആയത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ വിശാലതയെ, അതിന്റെ വ്യാപ്തിയെ പഠിപ്പിക്കുന്ന ഒന്നിലേറെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു കല്ല് പോലും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ താഴ്ഭാഗത്തേക്ക് എത്തുന്നത്, അത്രയും ആഴമാണ് നരകത്തിന് എന്നാണ്. മറ്റൊരു നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന തീ നരകത്തിന്റെ തീയിന്റെ 70-ൽ ഒരു അംശം മാത്രമാണ് എന്നാണ്. സ്വഹാബിമാർ പറഞ്ഞു, നബിയേ ഇൻ കാനത് ലകാഫിയ, പ്രവാചകൻ ഇത് തന്നെ ധാരാളമാണല്ലോ, ദുനിയാവിലെ തീ തന്നെ എമ്പാടുമാണല്ലോ നബിയേ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിന്ന ബി69 ജുസ്ആ കുല്ലുഹുന്ന മിസ്ല ഹജ്ജിഹ, ഈ ചൂടിനെ 69 ഇരട്ടി അധികമുണ്ട് ആ ചൂടിന്, ആ ഓരോ ഇരട്ടിയും ഈ തീയിന് സമാനമാണ് എന്നാണ്. അങ്ങനെയുള്ള 69 ഇരട്ടി അധികമുള്ളതാണ്
നരക തീ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന്റെ പുക പോലും അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന, അവന് കരിച്ചു കളയുന്ന രൂപത്തിലുള്ള പുകയാണ് എന്ന് പോലും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇൻ തലിഖു ഇലാ ദില്ലിൻ ദീ സലാസി ശുഅബ് ലാ ദലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. ആ തീയുടെ പുക അതുപോലും ഒരു ആശ്വാസമേകുന്നതല്ല, അതിന്റെ തണൽ പോലും ചൂടേക്കുന്ന തണലാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. വസ്ഹാബുസ് ശിമാലി മാ അസ്ഹാബുസ് ശിമാൽ ഫീ സമൂമിൻ വഹമീം. അതിന്റെ ചുടുകാറ്റ്, അതിന്റെ കരിമ്പുക, അതേക്കുറിച്ചാണ് ആ ആയത്തിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. ഇന്ധനമാകട്ടെ കല്ലുകളാണ്, മനുഷ്യരാണ്. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകത്തിന്റെ ഇന്ധനം, അതിന്റെ വിറക് കല്ലുകളും മനുഷ്യരുമാണ് എന്നാണ്. സാധാരണ തീ കല്ലിട്ടാൽ കെട്ടുപോകുമെങ്കിൽ നരകത്തീയിന്റെ വിറകാണ് കല്ലുകൾ, അതേപോലെ മനുഷ്യന്റെ വിറകാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അത് തീപ്പൊരിയെ കുറിച്ച് പോലും ഖുർആൻ പറഞ്ഞു, ഇന്നഹാ തർമീ ബിശർറിൻ കൽ ഖസ്ർ കഅന്നഹാ ജിമാലാത്തുൻ സുഫർ. ആ നരകത്തീ വലിയ വലിയ തീപ്പൊരികളെ എറിഞ്ഞുകൊണ്ടിരിക്കുക, പറപ്പിച്ചുകൊണ്ടിരിക്കും. അത് വലിയ കൊട്ടാര സമാനമായ തീപ്പൊരിയാണ്. വലിയ മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളൊന്നാകെ ഒന്നിച്ച് പോവുകയാണ്, മാറുള്ള തീപ്പൊരിയാണ് ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരികയെന്നാണ്. അത്രമാത്രം ഭീമാകാരമായ തീപ്പൊരിയാണ് നരകത്തിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നത്. ആ തീപ്പൊരി കാണുമ്പോൾ ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു. ഒട്ടകക്കൂട്ടം, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ഒന്നിച്ചിങ്ങനെ സഞ്ചരിക്കുകയാണ് തോന്നിപ്പോകുന്നു. ആ നിൽക്കുന്ന തീപ്പൊരിയാണ് നരകത്തിൽ നിന്ന് പുറത്തേക്ക് എറിയുക എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൂരെ നിന്ന് കാണുമ്പോഴേക്ക് നരകം ആക്രോശിക്കുമെന്നാണ്. നരകത്തിലേക്കുള്ള ആളുകൾ, അതിലേക്ക് എറിയപ്പെടാൻ പോകുന്ന ആളുകളെ കാണുമ്പോൾ ആക്രോശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റഅതുഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറ. ദൂരേന്ന് കാണുമ്പോഴേക്ക് തന്നെ അതിന് ആർത്ത് വിളിക്കുന്ന വലിയ അട്ടഹാസങ്ങൾ കേൾക്കാനാകും അവർക്ക് എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞു. തബാറക്കയിലും അത് സമാനമായ ആശയം പറഞ്ഞുവല്ലോ, ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. ഘോരമായ ശബ്ദം കേൾക്കാം അവർക്കത്. വഹിയ തഫൂർ, അത് ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും, തെളിച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ശൈലികൾ അല്ലാഹു തആല നരകത്തെ പരിചയപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ദുർബലന്മാരായ നമ്മൾ, ഒന്നിനും കഴിയാത്ത സാധുക്കളായ, ഒരു ശേഷിയുമില്ലാത്ത ദുർബലമായ നമ്മുടെ ഈ തടി ആ ഭീമാകാരമായ നരകാഗ്നിയിൽ കത്തിയെരിയുന്ന സാഹചര്യമുണ്ടായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധിയാണ് നമുക്കുണ്ടാവേണ്ടത്. സഹിക്കാൻ കഴിയില്ല, നമുക്ക് ദുർബലന്മാരാണ്. ദുനിയാവിലെ തീ പോലും സഹിക്കാനാകാത്തവരാണ് നമ്മൾ. ഒരു തീപ്പൊരി പാറിയാൽ അതിന്റെ പേരിൽ വ്യത്യസ്തങ്ങളാണ് പ്രയാസപ്പെടുന്നത്. ഉറങ്ങാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, അസ്വസ്ഥമായി, ക്ഷീണമായി, പ്രയാസമായി. എന്നിട്ടാണോ ഈ വലിയ തീ സഹിക്കാൻ ദുർബലന്മാരായ നമുക്ക് സാധിക്കാം? നബി തങ്ങൾ പറഞ്ഞു, ഉതാബി ജഹന്നമ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അന്ന് അല്ലാഹു തആല ഈ നരകത്തിനെ കൊണ്ടുവരും. അവിടെ ലഹാ സബഊന അൽഫ സിമാമിൻ മഅ കുല്ലി സിമാമിൻ സബഊന അൽഫ മലക്കിൻ യജറൂനഹ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസാണ്. 70,000 കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരിക എന്നാണ്. ആ ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുണ്ടാകുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. 70,000 മലക്കുകൾ പിടിക്കുന്ന ഒരു കടിഞ്ഞാൺ, അങ്ങനെയുള്ള 70,000 കടിഞ്ഞാണ്. ആ കടിഞ്ഞാണിട്ടുകൊണ്ട് നരകത്തെ കൊണ്ടുവരുമെന്നാണ് നബി തങ്ങൾ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ നരകത്തിൽ നിന്ന് കാവൽ അനിവാര്യമാണ് സഹോദരങ്ങളെ, കിട്ടിയേ പറ്റൂ. മുഖം കുത്തി വലിക്കപ്പെടുകയാണ് നരകത്തിൽ, പിടിച്ചെറിയപ്പെടുകയാണ് നരകത്തിൽ. യൗമ യുദഊന ഇലന്നാർ ദഅ എന്നാണ്. നരകത്തിലേക്ക് അവർ തള്ളപ്പെടുന്ന ദിവസമായി. യൗമ യുദഊന ഇലന്നാർ, നരകത്തിലേക്ക് ഒന്നായി കൊണ്ടുപോയി തള്ളി വീഴ്ത്തുകയാണ് നരകത്തിലേക്ക്. യുസ്ഹബൂന ഫിന്നാർ, നരകത്തിൽ പിടിച്ചു വലിക്കപ്പെടുകയാണ് എന്നാണ്. മുഖം കുത്തി വലിക്കപ്പെടുന്ന, മുഖം കുത്തി ആ നരകത്തിൽ വലിക്കപ്പെടുന്ന, കൊണ്ടുപോയി തള്ളുന്ന രൂപത്തിലാണ് നരകശിക്ഷ ഉണ്ടാവുക എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ ഇത്രയും ഭീകരമായ ആ നരകം സഹോദരങ്ങൾ സഹിക്കാൻ സാധുക്കളായ ദുർബലന്മാരായ നമ്മെ കൊണ്ട് സാധ്യമല്ല. ഈ നോമ്പ് ആ നരകത്തെ പേടിച്ചുകൊണ്ടാണ്, നിസ്കാരം ആ നരകത്തെ പേടിച്ചുകൊണ്ടാണ്. വെള്ളിയാഴ്ച ഈ സമയത്ത് വന്നിരിക്കുന്ന ഈ സംസാരം കേൾക്കുന്ന നിങ്ങളും സംസാരിക്കുന്ന ഞാനും ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത് നരകമോചനം തന്നെയാണ്. എന്തൊക്കെ അമലുകൾ, ഏതൊക്കെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നുവോ
അത് മുഴുവനും ആ നരകത്തിൽ രക്ഷപ്പെടുവാനും സ്വർഗം ലഭിക്കാനുമാണ് ആകണം എങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. മനുഷ്യൻ പോലും അന്ന് ഭീമാകാരമായ രൂപം പ്രാപിച്ചുകൊണ്ടാണ് നരകത്തേക്ക് എറിയപ്പെടുക എന്നാണ്. ഒരു തൊലിക്ക് പോലും കട്ടികൂടുകയാണ്, അവന്റെ ഷോൾഡർ പോലും വികസിക്കുകയാണ്. അങ്ങനെ ശിക്ഷ അനുഭവിക്കാനുള്ള എല്ലാ രീതികളും അല്ലാഹു തആല അവിടെ ഏർപ്പെടുത്തുമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ. കഅന്നമാ ഊശിയത് വുജൂഹും ഖിത്അൻ മിനൽ ലൈലി മുദ്ലിമ എന്നാണ്. അവിടെ മുഖമൊക്കെ കറുത്തിരുണ്ട്, അങ്ങേയറ്റം കറുത്ത രാത്രി പോലെ അവിടെ മുഖമാകെ കറുത്ത മുഖമായി കൊണ്ട് കത്തിക്കരിഞ്ഞ മുഖമായിരിക്കും അവർക്കുണ്ടാവുക എന്നാണ്. അതേപോലെ നബി തങ്ങൾ പറഞ്ഞു, മാ ബൈന മൻകിബൈ അൽ കാഫിർ മസീറത സലാസത്തി അയ്യാമിൻ ലിറാകിബിൽ മുസ്ലിഇ, നരകാവകാശിയാകുന്ന സത്യനിഷേധി അവന്റെ രണ്ട് ഷോൾഡറുകളുള്ള ആ ഭാഗം തന്നെ 3 ദിവസം സഞ്ചരിക്കാൻ മാത്രം വിശാലമാക്കപ്പെടുമെന്നാണ്. അതിവേഗം സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ 3 ദിവസം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം എവിടെയാണോ ആ ദൂരത്തേക്ക് മനുഷ്യന്റെ ഷോൾഡർ വികസിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ തൊലിക്ക് കട്ടികൂടുകയാണ്, അവൻ രൂപമൊന്നാകെ വലുതായി വലിയ ഭീമാകാരമായി മാറുകയാണ്. എന്നിട്ട് അവൻ നരകത്തിലേക്ക് തള്ളപ്പെടുകയാണ്, മുഖം കുത്തി ഒലിക്കപ്പെടുകയാണ്. കുല്ലമാൻ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി. അവർ തൊലികൾ കരിയുമ്പോൾ വീണ്ടും തൊലികൾ നൽകുന്നു. ലിയദൂഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് എന്നതാണ്. തൊലി കരിഞ്ഞു പോയാൽ പിന്നെ വേദന അറിയില്ല എന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു തൊലി കരിയുമ്പോൾ വീണ്ടും പുതിയ തൊലി വരുന്നു, അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ തൊലി വരുന്നു. ഇങ്ങനെ തൊലികൾ പുതുതായി വന്നുകൊണ്ടേയിരിക്കുന്ന വലിയ ഭീമാകാരമായി മാറുന്ന രൂപത്തിലേക്ക് അവൻ മാറുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് വെച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. വസ്ത്രം തീയിനാലാണ്, പാനീയം തീയിനാലാണ്, ഭക്ഷണം തീയിനാലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, ഖുത്തിഅത് ലഹും സിയാബും മിനൻ നാർ, ആ നരകത്തിൽ നിന്നുള്ള വസ്ത്രം അവർ മുറിച്ചു കൊടുക്കപ്പെടുമെന്നാണ്. നരകത്തീയനെ വസ്ത്രമായി അണിയേണ്ടി വരിക, നരകത്തീയെ തന്നെ ഭക്ഷണമായി കഴിക്കേണ്ടി വരിക, അത് തന്നെ പാനീയമായി കുടിക്കേണ്ടി വരിക. ഇന്ന ശജറത്തസ് സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ. ശജറത്തുൽ സഖൂം നരകത്തിലെ വൃക്ഷമെന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അത് അവിശ്വാസികളായ ആളുകളുടെ ഭക്ഷണമാണ്. നരകത്തിൽ വയറ്റിൽ കിടന്ന് അത് തിളച്ചു മടഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഖുർആനിന്റെ പ്രയോഗം. കഗുൽയിൽ ഹമീം, ചീഞ്ചലം തിളച്ച് അത് മറിയുന്നത് പോലെ ഈ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ഉള്ളുന്നാകെ തിളച്ചു മറിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സമാനമായ പ്രയോഗങ്ങൾ ധാരാളം ഖുർആനിൽ കാണാം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്ന സുത്തവാസീന വചനമാണ്, ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ളരീ അല്ലാതെ അവർക്ക് ഭക്ഷണമില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, അത് കഴിച്ചാൽ വിശപ്പിന് ആശ്വാസമില്ല, എന്തെങ്കിലും ഒരു പോഷണം അതുകൊണ്ട് ലഭിക്കുന്നില്ല. ശിക്ഷയുടെ ഭാഗമാണ് ആ ഭക്ഷണം പോലും എന്നർത്ഥം. ഫലൈസ്ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. അവിടെ പാനീയമായിട്ടുള്ള ഹമീമാണ്. ആളുകളെ ശരീരത്തിൽ നിന്ന് ഒന്നാകെ പുറത്തേക്ക് ഒലിക്കുന്ന ആ ചീഞ്ചലം, അത് തിളച്ചു മറിഞ്ഞ് ആ ചീഞ്ചലമാണ് ഹമീം. അതാണ് മനുഷ്യർക്ക് അവിടെ കുടിപ്പിക്കപ്പെടുന്നത്. വസുഖൂമാ അൻ ഹമീമ ഫഖുത്തിയ അംആഅഹും, ഖുർആൻ തന്നെ അവർക്ക് അവിടെ കുടിപ്പിക്കപ്പെടുന്നത് മാഉൻ ഹമീമാണ്, കുട്ടിപൊള്ളുന്ന ചീഞ്ചലമാണ്, തിളച്ചു മറിയുന്ന ചീഞ്ചലമാണ് കുടിപ്പിക്കപ്പെടുന്നത്. അത് കുടിക്കുന്നതോടെ അവിടെയെല്ലാം കുടലുകളും ആമാശയങ്ങളും എല്ലാം മുറിഞ്ഞു പോകുമാർ, തകർന്നു പോകുമാറുള്ള ചൂടുള്ള പാനീയമാണ് അവർക്ക് നൽകപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലത്ത് പറഞ്ഞു, അവർ സഹായത്തിനായി ആവശ്യപ്പെടുന്ന നരകത്തിന് വല്ല സഹായം വേണമെന്ന് വിളിച്ച് കരഞ്ഞ് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പറഞ്ഞ പ്രയോഗമാണ്. അവർ സഹായത്തിനായി ആർത്തു വിളിക്കുമ്പോൾ അവർക്ക് സഹായമായി നൽകപ്പെടുന്നത് ബിമാഇൻ കൽ മുഹ്ൽ, അവർക്ക് എണ്ണക്കീടം പോലെയുള്ള വെള്ളമാണ് നൽകുക. യശ്മിൽ വുജൂഹ്, അവിടെ മുഖത്തെ പോലും അത് കരിച്ചു കളയുന്ന വെള്ളമാണ്. ആ വെള്ളം അടുപ്പിക്കുമ്പോൾ, കുടിക്കാൻ വേണ്ടി അടുപ്പിക്കുമ്പോൾ അതിന്റെ ചൂട് കാരണം മുഖം പോലും കരിഞ്ഞു പോകുന്ന ചൂടാണ്. എത്ര മോശമായ പാനീയമാണത് എന്നാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തുന്നു. അവർ ചങ്ങലിൽ ബന്ധിക്കപ്പെടുമെന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇതിൽ അഗ്ലാലു ഫീ ഐനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ,
അവിടെ പിരടികളിലായി വലിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചുകൊണ്ടാണ് നരകത്തിൽ വടിക്കപ്പെടുന്നതാണ്. കയ്യും കാലുമൊക്കെ കൂട്ടിബന്ധിച്ച് പിരടിയും കൂട്ടി ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ടാണ് അവൻ നരകത്തിലേക്ക് എറിയുന്നത്. ഖുർആൻ തന്നെ പറഞ്ഞുവല്ലോ, ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മദ്ദദ, വലിയ തൂണുകൾ പോലെയുള്ള ചങ്ങലക്കെട്ടുകളിൽ അവരെ ബന്ധിച്ചുകൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ടാണ് അവരെ തീയിലേക്ക് എറിയപ്പെടുക എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇങ്ങനെ തുടങ്ങി എത്ര പ്രയോഗ സഹോദരങ്ങളെ നരകാഗ്നിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് തന്ന ശൈലികൾ. അതുകൊണ്ട് ആ നരകത്തെ കുറിച്ചുള്ള ജാഗ്രത തന്നെയാണ് ജീവിതത്തിൽ പ്രധാനം. എന്തിനാ പകൽ സമയത്ത് നോമ്പോക്കി വെച്ചാൽ നരകത്തിൽ രക്ഷപ്പെടാൻ, മറ്റൊന്നുമല്ല. ഉമർ ഖത്താബിന് മുമ്പിൽ വന്ന് വല്ലതും തരണം ആവശ്യപ്പെടുന്ന ആളോട് ഉമർ ഖത്താബ് തിരിച്ചയക്കുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, എന്നെ തിരിച്ചയച്ചാലും ശരി, നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ നിങ്ങൾക്കെതിരെ പറയും, നിങ്ങൾ ഖലീഫയാകുമ്പോൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയിട്ടില്ല, എനിക്ക് മാന്യമായി ധരിക്കാൻ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ അവിടെ റബ്ബിന്റെ മുമ്പിൽ പരാതി പറയുമെന്ന് പറയുമ്പോൾ ഉമർ ഖത്താബ് ഇട്ടകുപ്പമഴിച്ചു കൊടുത്തുവെന്നാണ് ഇത് പറഞ്ഞ വാക്കുണ്ട്. ലാ ലുശിരിക ബല്ലി ദാലിക്കൽ യൗം, എന്റെ വർത്തമാനം കേട്ടിട്ടല്ല നൽകുന്നത്, ബല്ലി ദാലിക്കൽ യൗം, ആ ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് നൽകുന്നത്. അവിടെ പോയി പറയുമെന്ന് പറയുമ്പോൾ അത് ഉമറിന് സഹിക്കാൻ പറ്റിയതല്ല, അതെനിക്ക് കഴിയുന്ന കാര്യമല്ല. ആ ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് ഇതാ തരാൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ധരിച്ച കുപ്പായം അഴിച്ചു കൊടുത്തത് ഇത് കൊണ്ടുപോയിക്കോ, ഇതേ ഉള്ളൂ തരാൻ, മറ്റൊന്നുമില്ലെന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ ചരിത്രം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ദിവസത്തെ പേടിക്കുക എന്ന വിശ്വാസിയുടെ സ്വഭാവമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു. അന്നത്തെ ദിവസത്തെ പറ്റി അല്ലാഹു പറഞ്ഞെന്താ, യൗമൻ അബൂസൻ ഖംതദീറ എന്നാണ്. വ്യാപകമായ പ്രത്യാഘാതമുള്ള, മുഖം ചുളിഞ്ഞു പോകുന്ന ദിവസമാണെന്ന്, ആ ദിവസത്തെ ഭയപ്പെടണമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ചായത്തുമതാണ്, കല്ല ഇന്നഹാ ലലാ നസാഅതൻ ലിശവാ, തീർച്ചയായും അത് ലവയാണ്, അത് കത്തിയെരിയുന്ന നരകാഗ്നിയാണ്. നസാഅതൻ ലിശവാ, തലയുടെ തൊലിയെപ്പോലും ഉരിച്ചു കളയുന്ന തീയാണ്, തലയോട്ടി പോലും ഉരുകിപ്പോകുന്ന തീയാണ്. ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ പോലും വിചാരിക്കുക, എന്നെപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന ഒരാളും നരകത്തിൽ ഉണ്ടാവില്ല എന്നാണ്. ഏറ്റവും നിസ്സാരമായ നരകത്തെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്ന മനുഷ്യൻ അവന് വിചാരിക്കുന്നു, ഞാനാണ് ഏറ്റവും അധികം ശിക്ഷ അനുഭവിക്കുന്നത്, എന്നെക്കാളും പ്രയാസപ്പെടുന്ന ഒരാളും ഉണ്ടാവുക ഇല്ല എന്ന് അവൻ വിചാരിക്കുമെന്നാണ്. അതിന് പുറമെ പാമ്പുകളും തേളുകളും അടക്കമുള്ള ജന്തുക്കളെ അവന്റെ മേൽ ആധിപത്യമായി അയക്കുമെന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. നബിതങ്ങൾ പറയുന്നു, എല്ലാം ഉണ്ട് നരകത്തിൽ, എല്ലാത്തരം ജീവികളും ഇവിടെ ശിക്ഷയുടെ ഭാഗമായി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള ദണ്ഡ് കൊണ്ടുള്ള പ്രഹരമുണ്ടാകുമെന്ന പ്രയോഗം സൂറത്ത് ഹദീദിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും തരം ശിക്ഷകളല്ല, വ്യത്യസ്തമായ രൂപത്തിലാണ് നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത്. അവന്റെ വസ്ത്രം നരകത്തീയാണ്, കഴിക്കുന്ന പാനീയവും വെള്ളവുമൊക്കെ ഭക്ഷണവുമൊക്കെ നരകവുമായി ബന്ധപ്പെട്ടതാണ്. അവന്റെ കരിമ്പുക പോലും ശിക്ഷയുടെ ഭാഗമാണ്. അണിയിക്കപ്പെടുന്ന ചെരുപ്പ് തീനാള ചെരുപ്പാണ് എന്നാണ്. തലയോട്ടിയം ഉരിച്ചു കളയുകയാണ്, പ്രഹരമേൽപ്പിക്കപ്പെടുകയാണ്. അവന് വലിയ ദണ്ഡുകളെ പോലെയുള്ള ചങ്ങലക്കുള്ളിൽ ബന്ധിക്കപ്പെടുകയാണ്. ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഒന്നാകെ കൊണ്ടുപോയി തള്ളുകയാണ് എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന സഹോദരങ്ങളെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ആ നിർബന്ധ ബുദ്ധി നമുക്ക് വേണം. സ്വർഗം കിട്ടണം, നരകം സഹിക്കാൻ കഴിയില്ല. എന്തു ത്യാഗം ചെയ്താലും ശരി, എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാലും ശരി, നരകത്തിൽ രക്ഷപ്പെട്ടേ പറ്റൂ എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. ഏത് തിന്മയിലേക്ക് പോകുമ്പോഴും റബ്ബേ, ആ നരകമാണല്ലോ ഇതിനെനിക്ക് അല്ലാഹു നിശ്ചയിച്ച പ്രതിഫലമല്ല, ആ ബോധമുണ്ടാകുമ്പോ തിന്മയിൽ മാറി നിൽക്കാൻ സാധിക്കണം. ഒരു തെറ്റായ വഴിക്ക് പോകുമ്പോ, അന്യായമായി സമ്പാദ്യം ഉണ്ടാക്കുമ്പോ, തോന്നിവാസങ്ങൾ കാണുമ്പോ, ശിർക്കിന്റെ പിന്നാലെ പോകുമ്പോൾ, അന്ധവിശ്വാസങ്ങൾ സ്വീകരിക്കുമ്പോൾ, ഹറാമും തിന്മയും ചെയ്യുമ്പോഴൊക്കെ നരകം മനസ്സിൽ കാണുകയും ആ നരകത്തെ പേടിച്ചുകൊണ്ട് വേണ്ടെന്ന് കരുതി മാറി നിൽക്കാൻ സാധിക്കുകയുമാണ് വിശ്വാസികളായി നമുക്ക് വേണ്ടത്. പടച്ചറബ് നമ്മയെല്ലാം നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മയെല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك
ഹമീദും മജീദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നരകശിക്ഷ എന്നത് ഒരിക്കലും ആലോചിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമാണ് എന്ന് വ്യത്യസ്തങ്ങളായ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 1, 2, 3, 4 ആയത്തല്ല, ധാരാളം ആയത്തുകൾ, ധാരാളം ഹദീസുകൾ ഈ വിഷയമായി എത്രയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ താക്കീത് ചെയ്തിട്ടുള്ളത്. ആ നരകത്തിൽ രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും തന്നെയാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും അടിസ്ഥാനം വിശ്വാസം ശരിയാവുക, തൗഹീദാവുക. ശിർക്കുള്ളവന് സ്വർഗ്ഗം ഹറാമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ. ശിർക്ക് ചെയ്തവന്റെ സ്വർഗ്ഗം ഹറാമാണ്, നിഷിദ്ധമാണ്, അവന്റെ സങ്കേതം നരകമാണ് എന്ന് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. നോമ്പ് നോറ്റാലും നിസ്കരിച്ചാലും എന്തൊക്കെ നന്മകൾ ചെയ്താലും വിശ്വാസം ശരിയല്ലെങ്കിൽ, ശിർക്ക് കലർന്ന വിശ്വാസമാണ് എങ്കിൽ അവന്റെ എല്ലാം നിഷ്ഫലമാണ്. നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. ആ രംഗത്ത് ഒരു വലിയ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ട്. ആർക്ക് വേണ്ടിയും ചെയ്യേണ്ടുന്ന ഒന്നല്ല ശിർക്ക് എന്നത്. നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഭൂരിപക്ഷം ആളുകളെ നോക്കി, രാഷ്ട്രീയക്കാരെ നോക്കിയിട്ടൊന്നും ചെയ്യേണ്ട പണിയല്ല ശിർക്ക് എന്നുള്ളത്. അത് നമ്മുടെ നരക സ്വർഗത്തെ തീരുമാനിക്കുന്ന അടിസ്ഥാന ഘടകമാണ്. ബാക്കി എന്ത് കുറവുണ്ടെങ്കിലും പക്ഷേ നമ്മൾ പുറത്തു തന്നേക്കാം. ശിർക്ക് അല്ലാഹു പൊറുക്കയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. റബ്ബിൽ പങ്കു ചേർക്കപ്പെടുക എന്ന് അല്ലാഹു തആല പൊറുക്കയില്ല. അല്ലാത്തതെല്ലാം ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. രണ്ടാമതായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള അമലുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ്. സ്വർഗം ലഭിക്കുമെന്ന് അല്ലാഹുവും റസൂലും പഠിച്ച ഏതൊക്കെ അമലുണ്ടോ ആ അമലുകൾ വർദ്ധിപ്പിക്കുക. നരകത്തിലേക്ക് അടുപ്പിക്കുമെന്ന് പറഞ്ഞ എന്തൊക്കെ പ്രവർത്തനമുണ്ടോ അതിനെല്ലാം വിട്ടുനിൽക്കുക. ഹറാമാണെന്ന് പറഞ്ഞ, കുഫ്റാണ് എന്ന് പറഞ്ഞ, നരകമുണ്ട് എന്ന് പറഞ്ഞ, ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ മുഴുവൻ മാറി നിൽക്കുക. ഇന്ന കാര്യം ചെയ്താൽ നരകമുണ്ട് എന്ന് പലതിനെ കുറിച്ച് കാണാം. പലതും അവൻ നരകത്തിലാണെന്ന് കാണാം, സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് കാണാം, അവൻ ശിക്ഷയുണ്ട് എന്ന് കാണാം. അങ്ങനെയൊക്കെ പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിൽക്കുക. മറ്റൊന്നിനു വേണ്ടിയുമല്ല, ഈ തടി നരകത്തിൽ പോകാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ട് മാത്രം. മൂന്നാമതായി നരകമോചനത്തിനായി, സ്വർഗപ്രവേശനത്തിനായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ആത്മാർത്ഥമായ പ്രാർത്ഥന, സ്വർഗത്തിന് വേണ്ട പ്രാർത്ഥന. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് നിങ്ങൾ ചോദിക്കണം. ഏറ്റവും ഉന്നതമായ സ്വർഗമാണ് ഫിർദൗസ്. ആ ഫിർദൗസിനെ ചോദിക്കണമെന്നാണ്. അതാണ് ഉന്നതമായ സ്വർഗം, ഏറ്റവും മുന്തിയ സ്വർഗം അതാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ ഫിർദൗസ് ആണ് ചോദിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഫിർദൗസ് തന്നെ ചോദിക്കുക. നരകത്തിൽ നിന്ന് കാവലെത്തേണ്ടത്, നരകത്തിൽ നിന്ന് കാവലെത്തേണ്ട മനുഷ്യന് വേണ്ടി നരകം ശുപാർശ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ആത്മാർത്ഥമായി നരകത്തെ പേടിച്ച് ആ നരകമോചനത്തിനായി റബ്ബിനോട് ദുആ ചെയ്യുന്ന മനുഷ്യന് വേണ്ടി നരകം അല്ലാഹു ശുപാർശ, റബ്ബേ അവനെ എന്നിൽ പ്രവേശിപ്പിക്കല്ല, എന്നെ പേടിച്ചവനാണ്, കാവൽ തേടിയവനാണ്, അതുകൊണ്ട് നീ എന്നിൽ പ്രവേശിപ്പിക്കുന്ന റബ്ബേ എന്ന് നരകം അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ആത്മാർത്ഥം സ്വർഗം ചോദിച്ചവന് വേണ്ടി സ്വർഗം ശുപാർശ, റബ്ബേ അവൻ എന്നെ ആഗ്രഹിച്ചവനാണ്, എനിക്ക് വേണ്ടി എന്നിൽ പ്രവേശിക്കുവാൻ വേണ്ടി എന്നോട് പ്രാർത്ഥിച്ചവനാണ്, അതുകൊണ്ട് നീ അവനെ എന്നിലേക്ക് നൽകണേ എന്ന് സ്വർഗം പറയുമെന്ന് പോലും ഹദീസിൽ കാണാം. ആ നിലക്കുള്ള പ്രാർത്ഥന നരകമോചനത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കാണേണ്ടതുണ്ട്. ദുനിയാവിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പലരും പ്രാർത്ഥിക്കുക ആയിക്കോട്ടെ, വേണ്ട എന്നല്ല. അതിനേക്കാളൊക്കെ എത്രയോ അധികമായി നാം ചോദിക്കേണ്ടത് റബ്ബിന്റെ സ്വർഗമാണ്, കാവൽ തേടേണ്ടത് അവന്റെ നരകത്തിൽ നിന്നാണ്. ആ നരകത്തിലേക്ക് എത്തിപ്പെട്ടാൽ സഹോദരങ്ങളെ കഴിഞ്ഞു, എല്ലാം നഷ്ടമായി പോയി. ലോകം കണ്ട എല്ലാ തെമ്മാടികളും നരകാഗ്നിയിലുണ്ടാകും. പിശാചുക്കളുടെ കേന്ദ്രമാണ് നരകം. തെമ്മാടികളുടെ, തോന്നിവാസികളുടെ, ധിക്കാരികളുടെ കേന്ദ്രമാണ് നരകം. ഫിർഔനടക്കമുള്ള
ഖാറൂൻ അടക്കമുള്ള അബൂജഹലും അബൂലഹബും അടക്കമുള്ള ലോകം കണ്ട മുഴുവൻ തെമ്മാടികളും തോന്നിവാസികളുടെയും കേന്ദ്രമാണ് നരകം. ആ കൂട്ടത്തിൽ നമ്മളും ചെന്ന് ചാടുക എന്നുള്ളത് ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണ്. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് എത്തണം. അമ്പിയാക്കളുടെ കൂടെ, ഔലിയാഇന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹികളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. അതാണ് സ്വർഗം. അത് ഏറ്റവും നല്ല കൂട്ടുകാരെന്നുള്ള പരിചയപ്പെടുത്തി. വഹസുന ഉലൈക റഫീഖ. എത്ര നല്ല കൂട്ടുകാരാണ് അവർ. ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും സ്വർഗാവകാശികളാണ്. സിദ്ദീഖീങ്ങൾ സ്വർഗാവകാശികളാണ്, ശുഹദാക്കൾ സ്വർഗാവകാശികളാണ്, സ്വാലിഹീങ്ങൾ സ്വർഗാവകാശികളാണ്. എങ്കിൽ ആ നല്ല കൂട്ടുകാരുടെ കൂടെ അവിടെ സ്വർഗത്തിലേക്ക് എത്താനാണ് ആഗ്രഹിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അവന്റെ ഔദാര്യമായി ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാതെ 70,000 ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി തങ്ങളെ പഠിപ്പിക്കുന്നു. ആ ഭാഗ്യവാന്മാർ ഉൾപ്പെടാൻ അപ്പൊ നമുക്കെല്ലാം അനുഗ്രഹം നൽകി നമ്മെ എല്ലാം റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.